فمن أظلم ممن كذب على الله وكذب بالصدق إذ جاءه أليس في جهنم مثوى للكافرين. അപ്പോൾ അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറയുകയും തനിക്ക് സത്യം വന്നെത്തിയപ്പോൾ അതിനെ തള്ളിപ്പറയുകയും ചെയ്തവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട്? നരകത്തീയല്ലയോ സത്യനിഷേധികൾക്കുള്ള വാസസ്ഥലം. വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. സത്യസന്ദേശവുമായി വന്നവനും അതിനെ സത്യപ്പെടുത്തിയവനും തന്നെയാണ് ഭക്തി പുലർത്തുന്നവർ. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം ദാലിക ജസാഉൽ മുഹ്സിനീൻ. അവർക്ക് തങ്ങളുടെ നാഥന്റെ അടുത്ത് അവരാഗ്രഹിക്കുന്നതൊക്കെ കിട്ടും. അതാണ് സച്ചരിതർക്കുള്ള പ്രതിഫലം. ليكفر الله عنهم أسوأ الذي عملوا ويجزيهم أجرهم بأحسن الذي كانوا يعملون. അവർ ചെയ്തു പോയതിൽ ഏറ്റവും ചീത്ത പ്രവൃത്തി പോലും അല്ലാഹു അവരിൽ നിന്ന് മായ്ച്ചു കളയാനാണിത്. അവർ ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും നല്ല പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് പ്രതിഫലം നൽകാനും. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹു വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. അല്ലാഹു പോരെ അവന്റെ അടിമയ്ക്ക്. അവന് പുറമെയുള്ളവരുടെ പേരിൽ അവർ നിന്നെ പേടിപ്പിക്കുന്നു. അല്ലാഹു ആരെയെങ്കിലും വഴികേടിലാക്കുകയാണെങ്കിൽ അവനെ നേർവഴിയിലാക്കാൻ മറ്റാർക്കുമാവില്ല. വമൻ യഹ്ദില്ലാഹു ഫമാ ലഹു മിൻ മുദിൽ. അലൈസ അല്ലാഹു ബിഅസീസിൻ ദിൻതിഖാം. വല്ലവനെയും അല്ലാഹു നേർവഴിയിലാക്കുകയാണെങ്കിൽ അവനെ വഴികേടിലാക്കാനും ആർക്കും സാധ്യമല്ല. അല്ലാഹു പ്രതാപിയും ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവനും അല്ലെന്നോ. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്ന അല്ലാഹ് ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹി ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി ഔ അറാദനി ബിറഹ്മതിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി ഖുൽ ഹസ്ബിയല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരെന്ന് നീ അവരോട് ചോദിച്ചാൽ തീർച്ചയായും അവർ പറയും അല്ലാഹുവെന്ന്. എങ്കിൽ ചോദിക്കുക, അല്ലാഹുവെ വിട്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എനിക്ക് വല്ല വിപത്തും വരുത്താൻ അല്ലാഹു ഉദ്ദേശിച്ചുവെങ്കിൽ അവയ്ക്ക് ആ വിപത്ത് തട്ടിമാറ്റാനാകുമോ? അല്ലെങ്കിൽ അവൻ എനിക്ക് എന്തെങ്കിലും അനുഗ്രഹമേകാൻ ഉദ്ദേശിച്ചാൽ അവയ്ക്ക് അവന്റെ അനുഗ്രഹം തടഞ്ഞുവെക്കാൻ കഴിയുമോ? പറയുക, എനിക്ക് അല്ലാഹു മതി. ഭരമേൽപ്പിക്കുന്നവരൊക്കെയും അവനിൽ ഭരമേൽപ്പിക്കട്ടെ. ഖുൽ യാ ഖൗമി അഅ്മലൂ അലാ മകാനതികും ഇന്നി ആമിൽ ഫസൗഫ തഅലമൂൻ മൻ യഅതീഹി അദാബുൻ യുഖ്സീഹി വയഹില്ലു അലൈഹി അദാബുൻ മുഖീം. പറയുക, എന്റെ ജനമേ, നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ പ്രവർത്തിച്ചുകൊള്ളുക. ഞാനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കാം. അടുത്തുതന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളും ആർക്കാണ് അപമാനകരമായ ശിക്ഷ വന്നെത്തുക എന്ന്. സ്ഥിരമായ ശിക്ഷ വന്നിറങ്ങുക ആരുടെ മേലാണെന്നും.
إنا أنزلنا عليك الكتاب للناس بالحق فمن اهتدى فلنفسه ومن ضل فإنما يضل عليها وما أنت عليهم بوكيل. സംശയമില്ല, മനുഷ്യർക്കാകമാനമുള്ള സത്യസന്ദേശവുമായി നാം നിനക്ക് ഈ വേദപുസ്തകം ഇറക്കിത്തന്നിരിക്കുന്നു. അതിനാൽ ആരെങ്കിലും നേർവഴി സ്വീകരിച്ചാൽ അതിന്റെ നന്മ അവനു തന്നെയാണ്. വല്ലവനും വഴികേടിലായാൽ അതിന്റെ ദോഷവും അവനു തന്നെ. നീ അവരുടെ കൈകാര്യകർത്താവൊന്നുമല്ല. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു അല്ലതീ ഖദാ അലൈഹാ الموت ويرسل الأخرى إلى أجل مسمى إن في ذلك لآيات لقوم يتفكرون. മരണവേളയിൽ ആത്മാക്കളെ പിടിച്ചെടുക്കുന്നത് അല്ലാഹുവാണ്. ഇനിയും മരിച്ചിട്ടില്ലാത്തവരുടെ ആത്മാവിനെ അവരുടെ ഉറക്കത്തിൽ പിടിച്ചുവെക്കുന്നതും അവൻ തന്നെ. അങ്ങനെ താൻ മരണം വിധിച്ച ആത്മാക്കളെ അവൻ പിടിച്ചുവെക്കുന്നു. മറ്റുള്ളവയെ ഒരു നിശ്ചിത കാലാവധി വരെ അവൻ തിരിച്ചയക്കുന്നു. ചിന്തിക്കുന്ന ജനത്തിന് തീർച്ചയായും ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. അമിത്തഖദൂ മിൻ ദൂനില്ലാഹി ശുഫആ ഖുൽ അവലൗ കാനൂ ലാ യംലികൂന ശൈഅൻ വലാ യഅഖിലൂൻ. അതല്ല, അല്ലാഹുവെ കൂടാതെ അവർ ശുപാർശകരെ ഉണ്ടാക്കിവച്ചിരിക്കുകയാണോ? ചോദിക്കുക, ഒന്നിന്റെയും ഉടമാവകാശമില്ലാത്തവരും ഒന്നും ആലോചിക്കാത്തവരുമാണെങ്കിലും അവർ ശുപാർശ ചെയ്യുമെന്നോ? ഖുൽ ലില്ലാഹിശ് ശഫാഅതു ജമീഅ ലഹു മുൽകുസ് സമാവാതി വൽ അർദി സുമ്മ ഇലൈഹി തുർജഊൻ. പറയുക, ശുപാർശയ്ക്കുള്ള അവകാശമൊക്കെയും അല്ലാഹുവിന് മാത്രമുള്ളതാണ്. അവനാണ് ആകാശഭൂമികളുടെ ആധിപത്യം. പിന്നീട് നിങ്ങൾ മടങ്ങിച്ചെല്ലുന്നതും അവങ്കലേക്ക് തന്നെ. وَإِذَا ذُكِرَ اللَّهُ وَحْدَهُ اشْمَأَزَّتْ قُلُوبُ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ وَإِذَا ذُكِرَ الَّذِينَ مِن دُونِهِ إِذَا هُمْ يَسْتَبْشِرُونَ. ഏകനായ അല്ലാഹുവെ പറ്റി പറയുമ്പോൾ പരലോകവിശ്വാസമില്ലാത്തവരുടെ മനസ്സുകൾക്ക് സഹികേട് തോന്നുന്നു. അവന് പുറമെയുള്ളവരെപ്പറ്റി പറഞ്ഞാലോ അവർ അത്യധികം സന്തോഷിക്കുകയും ചെയ്യുന്നു. ഖുലില്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർദി ആലിമൽ ഗൈബി വശ്ശഹാദതി അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. പറയുക, അല്ലാഹുവേ, ആകാശഭൂമികളുടെ സ്രഷ്ടാവേ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനെ, നിന്റെ അടിമകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ അവസാനം വിധി തീർപ്പുണ്ടാക്കുന്നത് നീയാണല്ലോ. ولو أن للذين ظلموا ما في الأرض جميعا ومثله معه لافتدوا به من سوء العذاب يوم القيامة وبدا لهم من الله ما لم يكونوا يحتسبون. ഭൂമിയിലുള്ളതൊക്കെയും അതോടൊപ്പം അത്രയും അതിക്രമം കാണിച്ചവരുടെ വശമുണ്ടെങ്കിൽ ഉയിർത്തെഴുന്നേൽപ്പ് നാളിലെ കടുത്ത ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ അതൊക്കെയും അവർ പിഴയായി നൽകാൻ തയ്യാറാകും. നേരത്തെ ഒരിക്കലും അവർ ഊഹിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത പലതും അവിടെ അവർക്ക്
അല്ലാഹുവിങ്കൽ നിന്ന് വെളിപ്പെടുന്നു. وَبَدَا لَهُمْ سَيِّئَاتُ مَا كَسَبُوا وَحَاقَ بِهِمْ مَا كَانُوا بِهِ يَسْتَهْزِئُونَ. അവർ ശേഖരിച്ചു വെച്ചതിന്റെ ദുഷ്ഫലങ്ങൾ അവർക്ക് വെളിപ്പെടും. അന്നോളം അവർ പുച്ഛിച്ചു തള്ളിയിരുന്ന അതേ ശിക്ഷ തന്നെ അവരെ ബാധിക്കുകയും ചെയ്യും. فَإِذَا مَسَّ الْإِنسَانَ ضُرٌّ دَعَانَا ثُمَّ إِذَا خَوَّلْنَاهُ نِعْمَةً مِنَّا قَالَ إِنَّمَا أُوتِيتُهُ عَلَى عِلْمٍ بَلْ هِيَ فِتْنَةٌ وَلَكِنَّ أَكْثَرَهُمْ لَا يَعْلَمُونَ. വല്ല വിപത്തും ബാധിച്ചാൽ മനുഷ്യൻ നമ്മെ വിളിച്ചു പ്രാർത്ഥിക്കും. പിന്നീട് നാം വല്ല അനുഗ്രഹവും നൽകിയാലോ അവൻ പറയും, ഇതെനിക്ക് എന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു പരീക്ഷണമാണ്. പക്ഷേ അവരിലേറെ പേരും അതറിയുന്നില്ല. قد قالها الذين من قبلهم فما أغنى عنهم ما كانوا يكسبون. ഇവർക്ക് മുമ്പുള്ളവരും ഇவ்விധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർ സമ്പാദിച്ചതൊന്നും അവർക്കൊട്ടും ഉപകരിച്ചില്ല. فأصابهم سيئات ما كسبوا والذين ظلموا من هؤلاء سيصيبهم سيئات ما كسبوا وما هم بمعجزين. അങ്ങനെ അവർ സമ്പാദിച്ചതിന്റെ ദുരന്തഫലങ്ങൾ അവരെ ബാധിച്ചു. അതേപോലെ ഇക്കൂട്ടരിൽ അതിക്രമികൾക്കും അവർ നേടിയതിന്റെ ദുഷ്ഫലങ്ങൾ ബാധിക്കാൻ പോവുകയാണ്. ഇവർക്കും നമ്മെ തോൽപ്പിക്കാനാവില്ല. أَوَلَمْ يَعْلَمُوا أَنَّ اللَّهَ يَبْسُطُ الرِّزْقَ لِمَن يَشَاءُ وَيَقْدِرُ إِنَّ فِي ذَلِكَ لَآيَاتٍ لِقَوْمٍ يُؤْمِنُونَ. ഇവർ മനസ്സിലാക്കുന്നില്ലേ, അല്ലാഹു അവനിച്ഛിക്കുന്നവർക്ക് വിഭവങ്ങൾ വിപുലമാക്കി കൊടുക്കുന്നു, അവനിച്ഛിക്കുന്നവർക്ക് അതിൽ കുറവ് വരുത്തുന്നു. സത്യവിശ്വാസികളായ ജനത്തിന് തീർച്ചയായും ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. قُلْ يَا عِبَادِيَ الَّذِينَ أَسْرَفُوا عَلَى أَنفُسِهِمْ لَا تَقْنَطُوا مِنْ رَحْمَةِ اللَّهِ إِنَّ اللَّهَ يَغْفِرُ الذُّنُوبَ جَمِيعًا إِنَّهُ هُوَ الْغَفُورُ الرَّحِيمُ. പറയുക, തങ്ങളോട് തന്നെ അതിക്രമം കാണിച്ച എന്റെ ദാസന്മാരെ, അല്ലാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശരാവരുത്. സംശയം വേണ്ട, അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുത്തു തരുന്നവനാണ്. ഉറപ്പായും അവൻ ഏറെ പൊറുക്കുന്നവനാണ്, പരമദയാലുവും. وَأَنِيبُوا إِلَى رَبِّكُمْ وَأَسْلِمُوا لَهُ مِنْ قَبْلِ أَنْ يَأْتِيَكُمُ الْعَذَابُ ثُمَّ لَا تُنصَرُونَ. നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തും മുമ്പേ നിങ്ങൾ നിങ്ങളുടെ നാഥങ്കലേക്ക് പശ്ചാത്തപിക്കുക, അവന് കീഴ്പ്പെടുക. ശിക്ഷ വന്നെത്തിയാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങുനിന്നും സഹായം കിട്ടുകയില്ല. وَاتَّبِعُوا أَحْسَنَ مَا أُنزِلَ إِلَيْكُم مِّن رَّبِّكُم مِّن قَبْلِ أَن يَأْتِيَكُمُ الْعَذَابُ بَغْتَةً وَأَنْتُمْ لَا تَشْعُرُونَ. നിങ്ങളറിയാതെ പെട്ടെന്നാണ് നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുക. അതിനു മുമ്പേ
നിങ്ങളുടെ നാഥനിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെട്ട വേദത്തിലെ വചനങ്ങൾ പിൻപറ്റുക. أن تقول نفس يا حسرتا على ما فرطت في جنب الله وإن كنت لمن الساخرين. ആരും ഇങ്ങനെ പറയാൻ ഇടവരാതിരിക്കട്ടെ. എന്റെ നാശം, അല്ലാഹുവോടുള്ള ബാധ്യതാ നിർവഹണത്തിൽ ഞാൻ വല്ലാതെ വീഴ്ച വരുത്തിയല്ലോ. തീർച്ചയായും ഞാൻ അതിനെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിലായിപ്പോയി. أو تقول لو أن الله هداني لكنت من المتقين. അല്ലെങ്കിൽ ഇങ്ങനെയും പറയേണ്ടി വരാതിരിക്കട്ടെ, അല്ലാഹു എന്നെ നേർവഴിയിലാക്കിയിരുന്നുവെങ്കിൽ ഞാൻ സൂക്ഷ്മതയുള്ളവരിൽ ഉൾപ്പെടുമായിരുന്നേനെ. أو تقول حين ترى العذاب لو أن لي كرة فأكون من المحسنين. അതുമല്ലെങ്കിൽ ശിക്ഷ നേരിൽ കാണുമ്പോൾ ഇவ்விധം പറയാനിടവരരുത്, എനിക്കൊന്നു മടങ്ങിപ്പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും ഞാൻ സച്ചരിതരിൽ പെടുമായിരുന്നു. بلى قد جاءتك آياتي فكذبت بها واستكبرت وكنت من الكافرين. എന്നാൽ സംശയമില്ല, എന്റെ വചനങ്ങൾ നിനക്ക് വന്നെത്തിയിരുന്നു. അപ്പോൾ നീ അവയെ തള്ളിപ്പറഞ്ഞു അഹങ്കരിക്കുകയും ചെയ്തു. അങ്ങനെ നീ സത്യനിഷേധികളിൽ ഉൾപ്പെട്ടു. ويوم القيامة ترى الذين كذبوا على الله وجوههم مسودة أليس في جهنم مثوى للمتكبرين. അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറഞ്ഞവരുടെ മുഖങ്ങൾ ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ കറുത്തിരുണ്ടവയായി നിനക്കു കാണാം. നരകത്തീയല്ലയോ അഹങ്കാരികളുടെ വാസസ്ഥലം. وينجي الله الذين اتقوا بمفازتهم لا يمسهم السوء ولا هم يحزنون. സൂക്ഷ്മത പാലിക്കുന്നവരെ അവരവലംബിച്ച വിജയകരമായ ജീവിതം കാരണം അല്ലാഹു രക്ഷപ്പെടുത്തും. ശിക്ഷ അവരെ ബാധിക്കുകയില്ല, അവർ ദുഃഖിക്കേണ്ടി വരില്ല. അല്ലാഹു ഖാലിഖു കുല്ലി ശൈഇൻ വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ. അല്ലാഹു സകല വസ്തുക്കളുടെയും സ്രഷ്ടാവാണ്, എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നവനും. ലഹു മഖാലീദുസ് സമാവാതി വൽ അർദ് വല്ലദീന കഫറൂ ബിആയാതി ല്ലാഹി ഉലൈക ഹുമുൽ ഖാസിറൂൻ. ആകാശഭൂമികളുടെ താക്കോലുകൾ അവന്റെ വശമാണുള്ളത്. അല്ലാഹുവിന്റെ വചനങ്ങളെ തള്ളിപ്പറയുന്നവർ തന്നെയാണ് തുലഞ്ഞവർ. ഖുൽ അഫഗൈറ അല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. ചോദിക്കുക, അവിവേകികളെ, ഞാൻ അല്ലാഹു അല്ലാത്തവർക്ക് വഴിപ്പെടണമെന്നാണോ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത്? വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. സംശയമില്ല, നിനക്കും നിനക്ക് മുമ്പുള്ളവർക്കും ബോധനമായി നൽകിയതിതാണ്. നീ അല്ലാഹുവിൽ പങ്കുചേർത്താൽ ഉറപ്പായും നിന്റെ പ്രവർത്തനങ്ങളൊക്കെ പാഴാകും, നീ എല്ലാം നഷ്ടപ്പെട്ടവരിൽ പെടുകയും ചെയ്യും. ബലില്ലാഹ ഫഅ്ബുദ് വകുൻ മിനശ് ശാകിരീൻ. അതിനാൽ നീ അല്ലാഹുവിന് മാത്രം വഴിപ്പെടുക,
നന്ദി കാണിക്കുന്നവരിലുൾപ്പെടുക. وما قدروا الله حق قدره والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون. അല്ലാഹുവെ പരിഗണിക്കേണ്ട വിധം ഇക്കൂട്ടർ പരിഗണിച്ചിട്ടില്ല. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഭൂമി മുഴുവൻ അവന്റെ കൈപ്പിടിയിലൊതുങ്ങും. ആകാശങ്ങൾ അവന്റെ വലങ്കൈയിൽ ചുരുട്ടിക്കൂട്ടിയതായിത്തീരും. അവൻ എത്ര പരിശുദ്ധൻ! ഇവരാരോപിക്കുന്ന പങ്കാളികൾക്കെല്ലാം അതീതനും അത്യുന്നതനുമാണവൻ. ونفخ في الصور فصعق من في السماوات ومن في الأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون. അന്ന് കാഹളത്തിൽ ഊതപ്പെടും. അപ്പോൾ ആകാശഭൂമികളിലുള്ളവരൊക്കെ ചലനമറ്റവരായിത്തീരും, അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെ. പിന്നീട് വീണ്ടുമൊരിക്കൽ കാഹളത്തിലൂതപ്പെടും. അപ്പോഴതാ എല്ലാവരും എഴുന്നേറ്റ് നോക്കാൻ തുടങ്ങുന്നു. وأشرقت الأرض بنور ربها ووضع الكتاب وجيء بالنبيين والشهداء وقضي بينهم بالحق وهم لا يظلمون. അന്ന് ഭൂമി അതിന്റെ നാഥന്റെ പ്രഭയാൽ പ്രകാശിതമാകും. കർമ്മപുസ്തകം സമർപ്പിക്കപ്പെടും. പ്രവാചകന്മാരും സാക്ഷികളും ഹാജരാക്കപ്പെടും. അങ്ങനെ ജനങ്ങൾക്കിടയിൽ നീതിപൂർവം വിധി തീർപ്പുണ്ടാകും. ആരും അനീതിക്കിരയാവില്ല. وَوُفِّيَتْ كُلُّ نَفْسٍ مَا عَمِلَتْ وَهُوَ أَعْلَمُ بِمَا يَفْعَلُونَ. ഓരോ വ്യക്തിക്കും താൻ പ്രവർത്തിച്ചതിന് അർഹമായ പ്രതിഫലം പൂർണ്ണമായും ലഭിക്കും. അവർ ചെയ്യുന്നതൊക്കെയും നന്നായി അറിയുന്നവനാണ് അല്ലാഹു. وَسِيقَ الَّذِينَ كَفَرُوا إِلَى جَهَنَّمَ زُمَرًا حَتَّى إِذَا جَاءُوهَا فُتِحَتْ أَبْوَابُهَا وقال لهم خزنتها ألم يأتكم رسل منكم يتلون عليكم آيات ربكم وينذرونكم لقاء يومكم هذا قالوا بلى ولكن حقت كلمة العذاب على الكافرين. സത്യനിഷേധികൾ കൂട്ടം കൂട്ടമായി നരകത്തീയിലേക്ക് നയിക്കപ്പെടും. അങ്ങനെ അവർ അതിനടുത്തെത്തിയാൽ അതിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. അതിന്റെ കാവൽക്കാർ അവരോടിങ്ങനെ ചോദിക്കും: നിങ്ങളുടെ നാഥന്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിച്ചു തരികയും ഈ ദിനത്തെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത നിങ്ങളിൽ നിന്നു തന്നെയുള്ള ദേവദൂതന്മാർ നിങ്ങളിലേക്ക് വന്നെത്തിയിരുന്നില്ലേ? അവർ പറയും, അതെ. പക്ഷേ സത്യനിഷേധികൾക്ക് ശിക്ഷാവധി സ്ഥിരപ്പെട്ടുപോയി. قيل ادخلوا أبواب جهنم خالدين فيها فبئس مثوى المتكبرين. അവരോട് പറയും, നിങ്ങൾ നരകവാതിലുകളിലൂടെ കടന്നുകൊള്ളുക. നിങ്ങളിവിടെ സ്ഥിരവാസികളായിരിക്കും. അഹങ്കാരികളുടെ താവളം എത്ര ചീത്ത. وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها
ففتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. തങ്ങളുടെ നാഥനോട് ഭക്തി പുലർത്തിയവർ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി നയിക്കപ്പെടും. അങ്ങനെ അവരവിടെ എത്തുമ്പോൾ അതിന്റെ വാതിലുകൾ അവർക്കായി തുറന്നുവെച്ചവയായിരിക്കും. അതിന്റെ കാവൽക്കാർ അവരോട് പറയും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് നല്ലതു വരട്ടെ, സ്ഥിരവാസികളായി നിങ്ങൾ ഇതിൽ പ്രവേശിച്ചുകൊള്ളുക. وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. അവർ പറയും, ഞങ്ങളോടുള്ള വാഗ്ദാനം പൂർത്തീകരിച്ചു തരികയും ഞങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കുകയും ചെയ്ത അല്ലാഹുവിന് സ്തുതി. ഈ സ്വർഗത്തിൽ നാം ഉദ്ദേശിക്കുന്നിടത്ത് നമുക്ക് താമസിക്കാമല്ലോ. അപ്പോൾ കർമ്മം ചെയ്യുന്നവരുടെ പ്രതിഫലം എത്ര മഹത്തരം. وترى الملائكة حافين من حول العرش يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله رب العالمين. മലക്കുകൾ തങ്ങളുടെ നാഥനെ വാഴ്ത്തിയും കീർത്തനം ചെയ്തും സിംഹാസനത്തിനു ചുറ്റും അണിനിരന്നതായി നിനക്കു കാണാം. അപ്പോൾ ജനത്തിനിടയിൽ നീതിപൂർവമായ വിധി തീർപ്പുണ്ടാകും. പ്രപഞ്ചനാഥനായ അല്ലാഹുവിനു സ്തുതിയെന്ന്. അധ്യായം 40. അൽ മുഅ്മിൻ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 85. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഹാമീം. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം. ഹാമീം. ഈ വേദപുസ്തകത്തിന്റെ അവതരണം പ്രതാപിയും എല്ലാം അറിയുന്നവനുമായ അല്ലാഹുവിൽ നിന്നാണ്. ഗാഫിരിൽ ദംബി വഖാബിലിത് തൗബി ശദീദിൽ ഇഖാബി ദിത് ത്വൗലി ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ. അവൻ പാപം പൊറുക്കുന്നവനാണ്, പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്, അതിരുകളില്ലാത്ത കഴിവുകളുള്ളവനും. അവനല്ലാതെ ദൈവമില്ല, അവങ്കിലേക്കാണ് എല്ലാറ്റിന്റെയും മടക്കം. മാ യുജാദിലു ഫീ ആയാതില്ലാഹി ഇല്ലല്ലദീന കഫറൂ ഫലാ യഗ്റുർക തഖല്ലുബുഹും ഫിൽ ബിലാദ്. സത്യത്തെ തള്ളിപ്പറഞ്ഞവരല്ലാതെ അല്ലാഹുവിന്റെ വചനങ്ങളെപ്പറ്റി തർക്കിക്കുകയില്ല. അതിനാൽ നാട്ടിലെങ്ങുമുള്ള അവരുടെ സ്വൈരവിഹാരം നിന്നെ വഞ്ചിതനാക്കാതിരിക്കട്ടെ. കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ വൽ അഹ്സാബു മിൻ ബഅദിഹിം വഹമ്മത് കുല്ലു ഉമ്മത്തിൻ ബിറസൂലിഹിം ലിയഖുദൂഹു وجادلوا بالباطل ليدحضوا به الحق فأخذتهم فكيف كان عقاب. ഇവർക്ക് മുമ്പ് നൂഹിന്റെ ജനതയും സത്യത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പിറകെ വന്ന് പല ജനപദങ്ങളും അതുതന്നെ ചെയ്തു. ഓരോ ജനപദവും തങ്ങളുടെ ദൈവദൂതനെ പിടികൂടാൻ ഒരുമ്പെട്ടു. അസത്യമുപയോഗിച്ച് സത്യത്തെ തകർക്കാൻ അവർ തർക്കിച്ചുകൊണ്ടിരുന്നു. അതിനാൽ ഞാൻ അവരെ പിടികൂടി. അപ്പോൾ എന്റെ ശിക്ഷ എങ്ങനെയുണ്ടായിരുന്നു? وَكَذَلِكَ حَقَّتْ كَلِمَةُ رَبِّكَ عَلَى الَّذِينَ كَفَرُوا أَنَّهُمْ أَصْحَابُ النَّارِ. അങ്ങനെ സത്യനിഷേധികൾ നരകാവകാശികളാണെന്ന നിന്റെ നാഥന്റെ വചനം
സ്ഥാപിതമായി. الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم. സിംഹാസനം വഹിക്കുന്നവരും അതിനു ചുറ്റുമുള്ളവരും തങ്ങളുടെ നാഥനെ കീർത്തിക്കുന്നതോടൊപ്പം അവന്റെ വിശുദ്ധി വാഴ്ത്തുന്നു, അവനിൽ അടിയുറച്ചു വിശ്വസിക്കുന്നു. വിശ്വാസികളുടെ പാപമോചനത്തിനായി ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു: ഞങ്ങളുടെ നാഥ, നിന്റെ അനുഗ്രഹവും അറിവും സകല വസ്തുക്കളെയും വലയം ചെയ്തു നിൽക്കുന്നവയാണല്ലോ. അതിനാൽ പശ്ചാത്തപിക്കുകയും നിന്റെ പാത പിന്തുടരുകയും ചെയ്തവർക്ക് നീ പൊറുത്തു കൊടുക്കണമേ, അവരെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമേ. ربنا وأدخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم. ഞങ്ങളുടെ നാഥ, അവർക്ക് നീ വാഗ്ദാനം ചെയ്ത നിത്യവാസത്തിനുള്ള സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കണമേ. അവരുടെ മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ എന്നിവരിലെ സച്ചരിതരെയും. നിശ്ചയം നീയാണ് പ്രതാപിയും യുക്തിമാനും. وقهم السيئات ومن تق السيئات يومئذ فقد رحمته وذلك هو الفوز العظيم. അവരെ നീ തിന്മകളിൽ നിന്ന് അകറ്റി നിർത്തണമേ. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ നീ ആരെ തിന്മയിൽ നിന്ന് കാക്കുന്നുവോ അവനോട് നീ തീർച്ചയായും കരുണ കാണിച്ചിരിക്കുന്നു. അതിമഹത്തായ വിജയവും അതുതന്നെ. ഇന്നല്ലദീന കഫറൂ യുനാദൗന ലമഖ്തുല്ലാഹി അക്ബറു മിൻ മഖ്തികും അൻഫുസകും ഇദ് തുദഊന ഇലൽ ഈമാനി ഫതക്ഫുറൂൻ. സത്യത്തെ തള്ളിപ്പറഞ്ഞവരോട് അന്ന് വിളിച്ചു പറയും: ഇന്ന് നിങ്ങൾക്ക് നിങ്ങളോടു തന്നെ കഠിനമായ വെറുപ്പുണ്ട്. എന്നാൽ നിങ്ങളെ സത്യവിശ്വാസത്തിലേക്ക് വിളിക്കുകയും നിങ്ങളതിനെ തള്ളിക്കളയുകയും ചെയ്തപ്പോഴുള്ള അല്ലാഹുവിന്റെ വെറുപ്പ് ഇതിനേക്കാൾ എത്രയോ രൂക്ഷമായിരുന്നു. ഖാലൂ റബ്ബനാ അമത്തനാ ഇസ്നതൈൻ വഅഹ്യൈതനാ ഇസ്നതൈൻ فاعترفنا بذنوبنا فهل إلى خروج من سبيل. അവർ പറയും: ഞങ്ങളുടെ നാഥ, നീ ഞങ്ങളെ 2 തവണ മരിപ്പിച്ചു, 2 തവണ ജീവിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങളിതാ ഞങ്ങളുടെ കുറ്റങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ വല്ല വഴിയുമുണ്ടോ? ذلكم بأنه إذا دعي الله وحده كفرتم وإن يشرك به تؤمنوا فالحكم لله العلي الكبير. ഈ അവസ്ഥയ്ക്ക് കാരണമിതാണ്: ഏകനായ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ അത് നിരാകരിച്ചു, അവനിൽ മറ്റുള്ളവരെ പങ്കുചേർത്തപ്പോൾ നിങ്ങൾ അത് വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് മഹാനും അത്യുന്നതനുമായ ദൈവത്തിൻ്റെതാണ് വിധി തീർപ്പ്. هو الذي يريكم آياته وينزل لكم من السماء رزقا وما يتذكر إلا من ينيب. അവനാണ് നിങ്ങൾക്ക് തന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തന്നത്. ആകാശത്തുനിന്ന് അവൻ നിങ്ങൾക്ക് അന്നം ഇറക്കിത്തരുന്നു. പശ്ചാത്തപിക്കുന്നവൻ മാത്രമാണ് ചിന്തിച്ച് ഉദ്ബുദ്ധനാകുന്നത്. فادعوا الله مخلصين له الدين ولو كره الكافرون. അതിനാൽ കീഴ്വണക്കം അല്ലാഹുവിനു മാത്രമാക്കി അവനോട് പ്രാർത്ഥിക്കുക, സത്യനിഷേധികൾക്ക് അതെത്ര അനിഷ്ടകരമാണെങ്കിലും.
رفيع الدرجات ذو العرش يلقي الروح من أمره على من يشاء من عباده لينذر يوم التلاق. അവൻ ഉന്നത പദവികളുടെ ഉടമയാണ്, സിംഹാസനത്തിനധിപനും. തന്റെ ദാസന്മാരിൽ താൻ ഇച്ഛിക്കുന്നവർക്ക് തന്റെ സന്ദേശത്തിന്റെ ചൈതന്യം അവൻ നൽകുന്നു. കൂടിക്കാഴ്ചയുടെ നാളിനെപ്പറ്റി മുന്നറിയിപ്പ് നൽകാനാണിത്. يوم هم بارزون لا يخفى على الله منهم شيء لمن الملك اليوم لله الواحد القهار. എല്ലാവരും പുറത്തുവരുന്ന ദിനമാണ് അതുണ്ടാവുക. അന്ന് അവരുടെ ഒരു കാര്യവും അല്ലാഹുവിൽ നിന്നൊളിഞ്ഞിരിക്കുകയില്ല. ആർക്കാണ് അന്ന് ആധിപത്യം? ഏകനും എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്നവനുമായ അല്ലാഹുവിന് മാത്രം. اليوم تجزى كل نفس بما كسبت لا ظلم اليوم إن الله سريع الحساب. അന്ന് ഓരോ വ്യക്തിക്കും അവൻ സമ്പാദിച്ചതിന്റെ പ്രതിഫലം നൽകും. അന്ന് ഒരനീതിയുമുണ്ടാവില്ല. അല്ലാഹു വളരെ വേഗം വിചാരണ ചെയ്യുന്നവനാണ്. وأنذرهم يوم الآزفة إذ القلوب لدى الحناجر كاظمين ما للظالمين من حميم ولا شفيع يطاع. അടുത്തെത്തിക്കഴിഞ്ഞ ആ നാളിനെപ്പറ്റി നീ അവർക്ക് മുന്നറിയിപ്പ് നൽകുക. ഹൃദയങ്ങൾ തൊണ്ടക്കുഴികളിലേക്കുയർന്നു വരികയും ജനം കൊടിയ ദുഃഖിതരാവുകയും ചെയ്യുന്ന സന്ദർഭമാണത്. അക്രമികൾക്ക് അന്ന് ആത്മമിത്രമോ സ്വീകാര്യനായ ശുപാർശകനോ ഉണ്ടാവുകയില്ല. يعلم خائنة الأعين وما تخفي الصدور. കള്ളനോട്ടവും അന്തർഗതങ്ങളുമെല്ലാം അല്ലാഹു അറിയുന്നു. والله يقضي بالحق والذين يدعون من دونه لا يقضون بشيء إن الله هو السميع البصير. അല്ലാഹു സത്യനിഷ്ഠമായ വിധി തീർപ്പുണ്ടാക്കുന്നു. അവനെയല്ലാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാരും തന്നെ ഒന്നിലും ഒരു തീർപ്പും കൽപ്പിക്കുന്നില്ല. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. أولم يسيروا في الأرض فينظروا كيف كان عاقبة الذين كانوا من قبلهم كانوا هم أشد منهم قوة وآثارا في الأرض فأخذهم الله بذنوبهم وما كان لهم من الله من واق. ഇക്കൂട്ടർ ഭൂമിയിൽ സഞ്ചരിച്ച് തങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരുടെ അന്ത്യം എവ്വിധമായിരുന്നുവെന്ന് കണ്ടു മനസ്സിലാക്കിയിട്ടില്ലേ? അവർ കരുത്തുകൊണ്ടും ഭൂമിയിൽ ബാക്കിവെച്ച പ്രൗഢമായ പാരമ്പര്യം കൊണ്ടും ഇവരെക്കാളേറെ പ്രബലന്മാരായിരുന്നു. അങ്ങനെ അവരുടെ തെറ്റുകുറ്റങ്ങൾ കാരണം അല്ലാഹു അവരെ പിടികൂടി. അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ذلك بأنهم كانت تأتيهم رسلهم بالبينات فكفروا فأخذهم الله إنه قوي شديد العقاب. അതിനു കാരണമിതാണ്, അവരിലേക്കുള്ള ദൈവദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുത്തെത്താറുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അവർ ആ ദൂതന്മാരെ തള്ളിപ്പറഞ്ഞു. അതിനാൽ അല്ലാഹു അവരെ പിടികൂടി. നിശ്ചയം അല്ലാഹു അതിശക്തനാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനും. وَلَقَدْ أَرْسَلْنَا مُوسَى بِآيَاتِنَا وَسُلْطَانٍ مُبِينٍ. മൂസായെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളും വ്യക്തമായ പ്രമാണവുമായി നാം അയക്കുകയുണ്ടായി.
إلى فرعون وهامان وقارون فقالوا ساحر كذاب. ഫിർഔന്റെയും ഹാമാന്റെയും ഖാറൂന്റെയും അടുത്തേക്ക്. അപ്പോൾ അവർ പറഞ്ഞു, ഇവൻ കള്ളവാദിയായ ജാലവിദ്യക്കാരനാണ്. فلما جاءهم بالحق من عندنا قالوا اقتلوا أبناء الذين آمنوا معه واستحيوا نساءهم وما كيد الكافرين إلا في ضلال. അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള സത്യവുമായി അദ്ദേഹം അവരുടെ അടുത്തു ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇവനോടൊപ്പം വിശ്വസിച്ചവരുടെ ആൺകുട്ടികളെ നിങ്ങൾ കൊന്നുകളയുക, പെൺകുട്ടികളെ ജീവിക്കാൻ വിടുക. എന്നാൽ സത്യനിഷേധികളുടെ തന്ത്രം പിഴച്ചുപോയി. وقال فرعون ذروني أقتل موسى وليدع ربه إني أخاف أن يبدل دينكم أو أن يظهر في الأرض الفساد. ഫിർഔൻ പറഞ്ഞു, എന്നെ വിടൂ, മൂസായെ ഞാൻ കൊല്ലുകയാണ്. അവൻ അവന്റെ നാഥനോട് പ്രാർത്ഥിച്ചു നോക്കട്ടെ. അവൻ നിങ്ങളുടെ ജീവിതക്രമം മാറ്റിമറിക്കുകയോ നാട്ടിൽ കുഴപ്പം കുത്തിപ്പൊക്കുകയോ ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. وقال موسى إني عذت بربي وربكم من كل متكبر لا يؤمن بيوم الحساب. മൂസ പറഞ്ഞു, വിചാരണ നാളിൽ വിശ്വസിക്കാത്ത എല്ലാ അഹങ്കാരികളിൽ നിന്നും എന്റെയും നിങ്ങളുടെയും നാഥനിൽ ഞാൻ ശരണം തേടുന്നു. وقال رجل مؤمن من آل فرعون يكتم إيمانه أتقتلون رجلا أن يقول ربي الله وقد جاءكم بالبينات من ربكم وإن يك كاذبا فعليه كذبه وإن يك صادقا يصبكم بعض الذي يعدكم إن الله لا يهدي من هو مسرف كذاب. സത്യവിശ്വാസിയായ ഒരാൾ പറഞ്ഞു. അയാൾ ഫിർഔന്റെ വംശത്തിൽപ്പെട്ട വിശ്വാസം ഒളിപ്പിച്ചുവെച്ച ഒരാളായിരുന്നു. എന്റെ നാഥൻ അല്ലാഹുവാണ് എന്നു പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഒരു മനുഷ്യനെ കൊല്ലുകയോ? അദ്ദേഹം നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകൾ കൊണ്ടുവന്നിട്ടും അദ്ദേഹം കള്ളം പറയുന്നവനാണെങ്കിൽ ആ കളവിന്റെ ദോഷഫലം അദ്ദേഹത്തിനു തന്നെയാണ്. മറിച്ച് സത്യവാനാണെങ്കിലോ അദ്ദേഹം നിങ്ങളെ താക്കീത് ചെയ്യുന്ന ശിക്ഷകളിൽ ചിലതെങ്കിലും നിങ്ങളെ ബാധിക്കും. തീർച്ചയായും പരിധി വിടുന്നവരെയും കള്ളം പറയുന്നവരെയും അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. يا قوم لكم الملك اليوم ظاهرين في الأرض فمن ينصرنا من بأس الله إن جاءنا قال فرعون ما أريكم إلا ما أرى وما أهديكم إلا سبيل الرشاد. എന്റെ ജനമേ, ഇന്ന് നിങ്ങൾക്കിവിടെ ആധിപത്യമുണ്ട്. നാട്ടിൽ ജയിച്ചു നിൽക്കുന്നവരും നിങ്ങൾ തന്നെ. എന്നാൽ ദൈവശിക്ഷ വന്നെത്തിയാൽ നമ്മെ സഹായിക്കാൻ ആരാണുണ്ടാവുക? ഫിർഔൻ പറഞ്ഞു, എനിക്ക് ശരിയായി തോന്നുന്ന കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നേർവഴിയിൽ തന്നെയാണ് ഞാൻ നിങ്ങളെ നയിക്കുന്നത്. وقال الذي آمن يا قوم إني أخاف عليكم مثل يوم الأحزاب. ആ സത്യവിശ്വാസി പറഞ്ഞു, എന്റെ ജനമേ, ആ കക്ഷികൾക്കുണ്ടായ ദുർദിനം പോലൊന്ന് നിങ്ങൾക്കുമുണ്ടാകുമോയെന്ന് ഞാൻ ഭയപ്പെടുന്നു.
مثل دأب قوم نوح وعاد وثمود والذين من بعدهم وما الله يريد ظلما للعباد. നൂഹിന്റെ ജനതയ്ക്കും ആദിനും സമൂദിനും അവർക്ക് ശേഷമുള്ളവർക്കും ഉണ്ടായതുപോലുള്ള അനുഭവം അല്ലാഹു തന്റെ ദാസന്മാരോട് അതിക്രമം കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. وَيَا قَوْمِ إِنِّي أَخَافُ عَلَيْكُمْ يَوْمَ التَّنَادِ. എന്റെ ജനമേ, അന്യോന്യം വിളിച്ച് അലമുറയിടേണ്ടി വരുന്ന ഒരു ദിനം നിങ്ങൾക്കുണ്ടാകുമോയെന്ന് ഞാൻ ഭയപ്പെടുന്നു. يَوْمَ تُوَلُّونَ مُدْبِرِينَ مَا لَكُمْ مِنَ اللَّهِ مِنْ عَاصِمٍ وَمَنْ يُضْلِلِ اللَّهُ فَمَا لَهُ مِنْ هَادٍ. നിങ്ങൾ രക്ഷയ്ക്കായി പിന്തിരിഞ്ഞോടുന്ന ദിനം, അന്ന് അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ആരുമുണ്ടാവില്ല. അല്ലാഹു വഴികേടിലാക്കുന്നവരെ നേർവഴിയിലാക്കുന്ന ആരുമില്ല. وَلَقَدْ جَاءَكُمْ يُوسُفُ مِنْ قَبْلُ بِالْبَيِّنَاتِ فَمَا زِلْتُمْ فِي شَكٍّ مِّمَّا جَاءَكُمْ بِهِ حَتَّى إِذَا هَلَكَ قُلْتُمْ لَنْ يَبْعَثَ اللَّهُ مِنْ بَعْدِهِ رَسُولًا كَذَلِكَ يُضِلُّ اللَّهُ مَنْ هُوَ مُسْرِفٌ مُرْتَابٌ. വ്യക്തമായ തെളിവുകളുമായി മുമ്പ് യൂസഫ് നിങ്ങളുടെ അടുത്തു വന്നു. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന സന്ദേശങ്ങളിൽ നിങ്ങൾ സംശയിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം മരണമടഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഇദ്ദേഹത്തിനു ശേഷം അല്ലാഹു ഇനിയൊരു ദൂതനെയും അയക്കുകയേ ഇല്ലെന്ന്. ഇவ்விധം അതിരുവിടുന്നവരെയും സംശയാലുക്കളെയും അല്ലാഹു വഴികേടിലാക്കുന്നു. الذين يجادلون في آيات الله بغير سلطان أتاهم كبر مقتا عند الله وعند الذين آمنوا كذلك يطبع الله على كل قلب متكبر جبار. അല്ലാഹുവിൽ നിന്ന് വന്നു കിട്ടിയ ഒരുവിധ തെളിവുമില്ലാതെ അവന്റെ വചനങ്ങളെപ്പറ്റി തർക്കിക്കുന്നവരാണവർ. ഇക്കാര്യം അല്ലാഹുവിന്റെയും സത്യവിശ്വാസികളുടെയും അടുത്ത് വളരെ വെറുക്കപ്പെട്ടതാണ്. അത്തരം അഹങ്കാരികളും ഗർവിഷ്ഠരുമായ എല്ലാവരുടെയും ഹൃദയങ്ങൾക്ക് അല്ലാഹു ഇவ்விധം മുദ്രവെക്കുന്നു. وقال فرعون يا هامان ابن لي صرحا لعلي أبلغ الأسباب. ഫിർഔൻ പറഞ്ഞു, ഹാമാൻ, എനിക്ക് ഒരു ഗോപുരം ഉണ്ടാക്കിത്തരിക, ഞാൻ ആ വഴികളിലൊന്നെത്തട്ടെ. أسباب السماوات فأطلع إلى إله موسى وإني لأظنه كاذبا وكذلك زين لفرعون سوء عمله وصد عن السبيل وما كيد فرعون إلا في تباب. ആകാശത്തിന്റെ വഴികളിൽ അങ്ങനെ മൂസായുടെ ദൈവത്തെ ഞാനൊന്ന് എത്തിനോക്കട്ടെ. നിശ്ചയമായും മൂസ നുണ പറയുകയാണെന്നാണ് ഞാൻ കരുതുന്നത്. അவ்விധം ഫിർഔന് അവന്റെ ചെയ്തികൾ ചേതോഹരമായി തോന്നി. അവൻ നേർവഴിയിൽ നിന്ന് തടയപ്പെടുകയും ചെയ്തു. ഫിർഔന്റെ തന്ത്രങ്ങളൊക്കെയും പരാജയപ്പെടുകയായിരുന്നു. وقال الذي آمن يا قوم اتبعون أهدكم سبيل الرشاد. ആ വിശ്വാസി പറഞ്ഞു, എന്റെ ജനമേ, നിങ്ങൾ എന്നെ പിൻപറ്റുക, ഞാൻ നിങ്ങളെ വിവേകത്തിന്റെ വഴിയിലൂടെ നയിക്കാം. يا قوم إنما هذه الحياة الدنيا متاع وإن الآخرة هي دار القرار. എന്റെ ജനമേ, ഈ ഐഹിക ജീവിത സുഖം താൽക്കാലിക വിഭവം മാത്രമാണ്. തീർച്ചയായും
പരലോകം തന്നെയാണ് സ്ഥിരവാസത്തിനുള്ള ഭവനം. من عمل سيئة فلا يجزى إلا مثلها ومن عمل صالحا من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة يرزقون فيها بغير حساب. ആർ തിന്മ ചെയ്താലും അതിന് തുല്യമായ പ്രതിഫലമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ സത്യവിശ്വാസിയായി സൽക്കർമ്മം പ്രവർത്തിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അവർക്കവിടെ കണക്കറ്റ ജീവിത വിഭവം ലഭിച്ചുകൊണ്ടിരിക്കും. وَيَا قَوْمِ مَا لِي أَدْعُوكُمْ إِلَى النَّجَاةِ وَتَدْعُونَنِي إِلَى النَّارِ. എന്റെ ജനമേ, എന്തൊരവസ്ഥയാണെന്റേത്! ഞാൻ നിങ്ങളെ രക്ഷയിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങൾ എന്നെ നരകത്തിലേക്കും വിളിക്കുന്നു. تدعونني لأكفر بالله وأشرك به ما ليس لي به علم وأنا أدعوكم إلى العزيز الغفار. ഞാൻ അല്ലാഹുവെ ധിക്കരിക്കണമെന്നും എനിക്കൊട്ടും അറിഞ്ഞുകൂടാത്തവയെ ഞാൻ അവനിൽ പങ്കുചേർക്കണമെന്നുമാണല്ലോ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത്. ഞാൻ നിങ്ങളെ വിളിക്കുന്നതോ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമായ ദൈവത്തിലേക്കും. لا جرم أن ما تدعونني إليه ليس له دعوة في الدنيا ولا في الآخرة وأن مردنا إلى الله وأن المسرفين هم أصحاب النار. സംശയമില്ല, ഏതൊന്നിലേക്കാണോ നിങ്ങൾ എന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഇഹലോകത്ത് ഒരു സന്ദേശവും നൽകാനില്ല, പരലോകത്തുമില്ല. നമ്മുടെയൊക്കെ മടക്കം അല്ലാഹുവിങ്കലേക്കാണ്. തീർച്ചയായും അതിക്രമികൾ തന്നെയാണ് നരകാവകാശികൾ. فستذكرون ما أقول لكم وأفوض أمري إلى الله إن الله بصير بالعباد. ഇപ്പോൾ ഞാൻ പറയുന്നത് പിന്നെയൊരിക്കൽ നിങ്ങൾ ഓർക്കുക തന്നെ ചെയ്യും. എന്റെ സർവവും ഞാനിതാ അല്ലാഹുവിൽ സമർപ്പിക്കുന്നു. തീർച്ചയായും അല്ലാഹു അവന്റെ ദാസന്മാരെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. فوقاه الله سيئات ما مكروا وحاق بآل فرعون سوء العذاب. അപ്പോൾ അവരുണ്ടാക്കിയ കുതന്ത്രങ്ങളുടെ ദുരന്തങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു അദ്ദേഹത്തെ രക്ഷിച്ചു. ഫിർഔന്റെ ആൾക്കാർ കടുത്ത ശിക്ഷാവലയത്തിൽ അകപ്പെടുകയും ചെയ്തു. النار يعرضون عليها غدوا وعشيا ويوم تقوم الساعة أدخلوا آل فرعون أشد العذاب. കത്തിയാളുന്ന നരകത്തി രാവിലെയും വൈകുന്നേരവും അവരെ അതിനു മുമ്പിൽ ഹാജരാക്കും. അന്ത്യസമയം വന്നെത്തുന്ന നാളിൽ ഇങ്ങനെ ഒരു ഉത്തരവുണ്ടാകും: ഫിർഔന്റെ ആളുകളെ കൊടിയ ശിക്ഷയിലേക്ക് തള്ളിവിടുക. وَإِذْ يَتَحَاجُّونَ فِي النَّارِ فَيَقُولُ الضُّعَفَاءُ لِلَّذِينَ اسْتَكْبَرُوا إِنَّا كُنَّا لَكُمْ تَبَعًا فَهَلْ أَنْتُمْ مُغْنُونَ عَنَّا نَصِيبًا مِنَ النَّارِ. നരകത്തിൽ അവർ അന്യോന്യം കശപിശ കൂടുന്നതിനെക്കുറിച്ച് ഓർത്തുനോക്കൂ. അപ്പോൾ ഭൂമിയിൽ ദുർബലരായിരുന്നവർ കേമന്മാരായി നടിച്ചിരുന്നവരോട് പറയും: തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ പിൻപറ്റിക്കഴിയുകയായിരുന്നു, അതിനാൽ
ഞങ്ങളെ ഈ നരകശിക്ഷയിൽ നിന്ന് അല്പമെങ്കിലും രക്ഷിക്കാൻ നിങ്ങൾക്കാകുമോ? قال الذين استكبروا إنا كل فيها إن الله قد حكم بين العباد. കേമത്തം നടിച്ചവർ പറയും, തീർച്ചയായും നാം ഒക്കെ ഇവിടെ ഈ അവസ്ഥയിലാണ്. അല്ലാഹു തന്റെ ദാസന്മാർക്കിടയിൽ വിധി നടപ്പാക്കി കഴിഞ്ഞു. وقال الذين في النار لخزنة جهنم ادعوا ربكم يخفف عنا يوما من العذاب. നരകാവകാശികൾ അതിന്റെ കാവൽക്കാരോട് പറയും, നിങ്ങൾ നിങ്ങളുടെ നാഥനോടൊന്ന് പ്രാർത്ഥിച്ചാലും അവൻ ഒരു ദിവസത്തെ ശിക്ഷയെങ്കിലും ഞങ്ങൾക്ക് ലഘൂകരിച്ചു തന്നാൽ നന്നായേനെ. قالوا أولم تك تأتيكم رسلكم بالبينات قالوا بلى قالوا فادعوا وما دعاء الكافرين إلا في ضلال. ആ കാവൽക്കാർ ചോദിക്കും, നിങ്ങൾക്കുള്ള ദേവദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ലേ? അവർ പറയും, അതെ. അപ്പോൾ ആ കാവൽക്കാർ പറയും, എങ്കിൽ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചുകൊള്ളുക. സത്യനിഷേധികളുടെ പ്രാർത്ഥന തീർത്തും നിഷ്ഫലമത്രേ. إنا لننصر رسلنا والذين آمنوا في الحياة الدنيا ويوم يقوم الأشهاد. തീർച്ചയായും നമ്മുടെ ദൂതന്മാരെയും സത്യവിശ്വാസികളെയും നാം സഹായിക്കും, ഈ ഐഹിക ജീവിതത്തിലും സാക്ഷികൾ രംഗത്തു വരുന്ന അന്ത്യനാളിലും. يوم لا ينفع الظالمين معذرتهم ولهم اللعنة ولهم سوء الدار. അന്ന് അക്രമികൾക്ക് അവരുടെ ഒഴികഴിവുകൾ ഒട്ടും ഉപകരിക്കുകയില്ല. അവർക്കാണ് കൊടും ശാപം. വളരെ ചീത്തയായ പാർപ്പിടമാണ് അവർക്കുണ്ടാവുക. وَلَقَدْ آتَيْنَا مُوسَى الْهُدَى وَأَوْرَثْنَا بَنِي إِسْرَائِيلَ الْكِتَابَ. മൂസാക്കു നാം നേർവഴി നൽകി, ഇസ്രായേൽ മക്കളെ നാം വേദപുസ്തകത്തിന്റെ അവകാശികളാക്കി. هُدًى وَذِكْرَى لِأُولِي الْأَلْبَابِ. അത് വിചാരമതികൾക്ക് വഴികാട്ടിയും ഉത്തമമായ ഉദ്ബോധനവുമായിരുന്നു. فاصبر إن وعد الله حق واستغفر لذنبك وسبح بحمد ربك بالعشي والإبكار. അതിനാൽ നീ ക്ഷമിക്കുക, സംശയമില്ല, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. നിന്റെ പാപങ്ങൾക്ക് മാപ്പിരക്കുക, രാവിലെയും വൈകുന്നേരവും നിന്റെ നാഥനെ വാഴ്ത്തുക, അവനെ കീർത്തിക്കുക. ഇന്നല്ലദീന യുജാദിലൂന ഫീ ആയാതില്ലാഹി ബിഗൈരി സുൽത്താനിൻ അതാഹും ഇൻ ഫീ സുദൂരിഹിം ഇല്ലാ കിബ്റും മാ ഹും ബിബാലിഗീഹി ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഒരു തെളിവുമില്ലാതെ അല്ലാഹുവിന്റെ വചനങ്ങളെപ്പറ്റി തർക്കിക്കുന്നതാരോ? ഉറപ്പായും അവരുടെ ഹൃദയങ്ങളിൽ അഹങ്കാരം മാത്രമേയുള്ളൂ. എന്നാൽ അവർക്കാർക്കും ഉയരങ്ങളിലെത്താനാവില്ല. അതിനാൽ നീ അല്ലാഹുവോട് രക്ഷ തേടുക, അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. لخلق السماوات والأرض أكبر من خلق الناس ولكن أكثر الناس لا يعلمون. ആകാശഭൂമികളുടെ സൃഷ്ടി മനുഷ്യ സൃഷ്ടിയേക്കാൾ എത്രയോ വലിയ കാര്യമാണ്. പക്ഷേ
അധികമാളുകളും അതറിയുന്നില്ല. وما يستوي الأعمى والبصير والذين آمنوا وعملوا الصالحات ولا المسيء قليلا ما تتذكرون. കുരുടനും കാഴ്ചയുള്ളവനും ഒരുപോലെയല്ല. സത്യവിശ്വാസം സ്വീകരിച്ച് സൽക്കർമ്മം പ്രവർത്തിച്ചവരും തിന്മ ചെയ്തവരും സമമാവുകയില്ല. നിങ്ങൾ വളരെ കുറച്ചേ ചിന്തിച്ചു മനസ്സിലാക്കുന്നുള്ളൂ. ഇന്നസ്സാഅത ലആതിയതുൻ ലാ റൈബ ഫീഹാ വലാകിന്ന അക്സറന്നാസി ലാ യുഅ്മിനൂൻ. ആ അന്ത്യസമയം വന്നെത്തുക തന്നെ ചെയ്യും, അതിലൊട്ടും സംശയം വേണ്ട. എന്നാൽ മനുഷ്യരിലേറെ പേരും വിശ്വസിക്കുന്നില്ല. وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. നിങ്ങളുടെ നാഥൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്കുത്തരം തരാം. എന്നെ വഴിപ്പെടാതെ അഹന്ത നടിക്കുന്നവർ ഏറെ നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കും. അല്ലാഹു അല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിതസ്കുനൂ ഫീഹി വന്നഹാറ മുബ്സിറാ ഇന്നല്ലാഹ ലദൂ ഫദ്ലിൻ അലന്നാസി വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ. അല്ലാഹുവാണ് നിങ്ങൾക്ക് രാവൊരുക്കിത്തന്നത്, നിങ്ങൾ ശാന്തി നേടാൻ. പകലിനെ പ്രകാശപൂരിതമാക്കിയതും അവനാണ്. തീർച്ചയായും അല്ലാഹു മനുഷ്യരോട് ഏറെ ഔദാര്യമുള്ളവനാണ്. എന്നാൽ മനുഷ്യരിലേറെ പേരും നന്ദി കാണിക്കുന്നില്ല. ദാലികുമുല്ലാഹു റബ്ബുകും ഖാലിഖു കുല്ലി ശൈഇൻ ലാ ഇലാഹ ഇല്ലാ ഹു ഫഅന്നാ തുഅ്ഫകൂൻ. അവനാണ് നിങ്ങളുടെ നാഥനായ അല്ലാഹു, സകല വസ്തുക്കളുടെയും സ്രഷ്ടാവ്. അവനല്ലാതെ ദൈവമില്ല. എന്നിട്ടും നിങ്ങൾ എങ്ങനെ വഴിതെറ്റിപ്പോകുന്നു? കദാലിക യുഫകുല്ലദീന കാനൂ ബിആയാതില്ലാഹി യജ്ഹദൂൻ. അല്ലാഹുവിന്റെ വചനങ്ങളെ തള്ളിപ്പറയുന്നവർ ഇങ്ങനെ തന്നെയാണ് വഴിതെറ്റിപ്പോകുന്നത്. അല്ലാഹു അല്ലദീ ജഅല ലക്കുമുൽ അർദ ഖറാറൻ വസ്സമാഅ ബിനാഅൻ വസവ്വറകും ഫഅഹ്സന സുവറകും വറസഖകും മിനത് ത്വയ്യിബാത്ത് ദാലികുമുല്ലാഹു റബ്ബുകും ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹു തന്നെയാണ് നിങ്ങൾക്ക് ഭൂമിയെ പാർക്കാൻ പറ്റിയതാക്കിയത്. മാനത്തെ മേൽപ്പുരയാക്കിയതും അവൻ തന്നെ. അവൻ നിങ്ങൾക്ക് രൂപമേകി, ആ രൂപത്തെ ഏറെ മികവുറ്റതാക്കി. വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് അന്നം തന്നു. ആ അല്ലാഹു തന്നെയാണ് നിങ്ങളുടെ നാഥൻ. പ്രപഞ്ചനാഥനായ അല്ലാഹു അനുഗ്രഹപൂർണൻ തന്നെ. ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവനല്ലാതെ ദൈവമില്ല. അതിനാൽ ആത്മാർത്ഥതയോടെ അവനു മാത്രം കീഴ്പ്പെടുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക. പ്രപഞ്ചനാഥനായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഖുൽ ഇന്നി നുഹീതു അൻ അഅ്ബുദല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലമ്മാ ജാഅനിയൽ ബയ്യിനാതു മിർ റബ്ബി വഉമിർതു അൻ ഉസ്ലിമ ലിറബ്ബിൽ ആലമീൻ. പറയുക, അല്ലാഹുവെ കൂടാതെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവയെ പൂജിക്കാൻ എനിക്കനുവാദമില്ല. എനിക്കെന്റെ നാഥനിൽ നിന്ന് വ്യക്തമായ തെളിവുകൾ വന്നെത്തിയിരിക്കുന്നു. പ്രപഞ്ചനാഥന് സമസ്തവും സമർപ്പിക്കാനാണ് അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. ഹുവല്ലദീ ഖലഖകും മിൻ
تراب ثم من نطفة ثم من علقة ثم يخرجكم طفلا ثم لتبلغوا أشدكم ثم لتكونوا شيوخا ومنكم من يتوفى من قبل ولتبلغوا أجلا مسمى ولعلكم تعقلون. അവനാണ് നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത്, പിന്നെ ബീജകണത്തിൽ നിന്ന്, പിന്നീട് ഭ്രൂണത്തിൽ നിന്നും. തുടർന്ന് ശിശുവായി അവൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു. അതിനുശേഷം നിങ്ങൾ കരുത്തു നേടാനാണിത്. അവസാനം നിങ്ങൾ വൃദ്ധരായിത്തീരാനും. നിങ്ങളിൽ ചിലർ നേരത്തെ തന്നെ മരണമടയുന്നു. നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട അവധിയിലെത്താനുമാണിത്. ഒരു വേള നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കിയെങ്കിലോ. ഹുവല്ലദീ യുഹ്യീ വയുമീത് فإذا قضى أمرا فإنما يقول له كن فيكون. അവനാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും. അവൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവട്ടെ എന്ന് പറയുകയേ വേണ്ടൂ, അതുണ്ടാവുന്നു. ألم تر إلى الذين يجادلون في آيات الله أنى يصرفون. അല്ലാഹുവിന്റെ വചനങ്ങളെപ്പറ്റി തർക്കിക്കുന്നവരെ നീ കണ്ടിട്ടില്ലേ? അവരെങ്ങനെയാണ് വഴിതെറ്റിപ്പോകുന്നതെന്ന്. الذين كذبوا بالكتاب وبما أرسلنا به رسلنا فسوف يعلمون. വേദപുസ്തകത്തെയും നമ്മുടെ ദൂതന്മാരോടൊപ്പം നാം അയച്ച സന്ദേശത്തെയും തള്ളിപ്പറഞ്ഞവരാണവർ. ഏറെ വൈകാതെ എല്ലാം അവരറിയും. إذ الأغلال في أعناقهم والسلاسل يسحبون في الحميم ثم في النار يسجرون. അവരുടെ കഴുത്തുകളിൽ കുരുക്കുകളും ചങ്ങലകളും വീഴുമ്പോഴായിരിക്കുമത്. ചുട്ടുപൊള്ളുന്ന വെള്ളത്തിലൂടെ അവർ വലിച്ചിഴക്കപ്പെടും. പിന്നെ അവർ നരകത്തീയിലെരിയും. ثم قيل لهم أين ما كنتم تشركون من دون الله قالوا ضلوا عنا بل لم نكن ندعو من قبل شيئا كذلك يضل الله الكافرين. പിന്നീട് അവരോടിങ്ങനെ ചോദിക്കും, അല്ലാഹുവെ വെടിഞ്ഞ് നിങ്ങൾ അവനിൽ പങ്കുചേർത്തിരുന്നവരെവിടെ? അവർ പറയും, ആ പങ്കാളികൾ ഞങ്ങളെ വിട്ടുപോയിരിക്കുന്നു. അല്ല, ഞങ്ങൾ മുമ്പ് ഒന്നിനെയും വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നില്ല. ഇങ്ങനെയാണ് അല്ലാഹു സത്യനിഷേധികളെ വഴികേടിലാക്കുന്നത്. ذلكم بما كنتم تفرحون في الأرض بغير الحق وبما كنتم تمرحون. നിങ്ങൾ ഭൂമിയിൽ അനർഹമായി പൊങ്ങച്ചം കാണിച്ചതിനാലും അഹങ്കരിച്ചതിനാലുമാണിത്. ادخلوا أبواب جهنم خالدين فيها فبئس مثوى المتكبرين. ഇനി നിങ്ങൾ നരക കവാടങ്ങൾ കടന്നുകൊള്ളുക. നിങ്ങൾ അവിടെ സ്ഥിരവാസികളായിരിക്കും. അഹങ്കാരികളുടെ താവളം വളരെ ചീത്ത തന്നെ. فاصبر إن وعد الله حق فإما نرينك بعض الذي نعدهم أو نتوفينك فإلينا يرجعون. അതിനാൽ നീ ക്ഷമിക്കുക. അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. നാം അവർക്ക് വാഗ്ദാനം ചെയ്യുന്ന ശിക്ഷകളിൽ ചിലത് നിന്നെ നാം കാണിച്ചു തന്നേക്കാം. അല്ലെങ്കിൽ അതിനു മുമ്പേ നിന്നെ നാം മരിപ്പിച്ചേക്കാം. ഏതായാലും അവർ തിരിച്ചു വരിക
നമ്മുടെ അടുത്തേക്കാണ്. وَلَقَدْ أَرْسَلْنَا رُسُلًا مِّن قَبْلِكَ مِنْهُم مَّن قَصَصْنَا عَلَيْكَ وَمِنْهُم مَّن لَّمْ نَقْصُصْ عَلَيْكَ وَمَا كَانَ لِرَسُولٍ أَن يَأْتِيَ بِآيَةٍ إِلَّا بِإِذْنِ اللَّهِ فَإِذَا جَاءَ أَمْرُ اللَّهِ قُضِيَ بِالْحَقِّ وَخَسِرَ هُنَالِكَ الْمُبْطِلُونَ. നിനക്കു മുമ്പ് നിരവധി ദൂതന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട്. അവരിൽ ചിലരുടെ ചരിത്രം നിനക്ക് നാം വിവരിച്ചു തന്നിരിക്കുന്നു. വിവരിച്ചു തരാത്ത ചിലരുമുണ്ട്. ഒരു ദൈവദൂതനും അല്ലാഹുവിന്റെ അനുമതിയോടെയല്ലാതെ ഒരു ദൃഷ്ടാന്തവും കൊണ്ടുവരാനാവില്ല. അല്ലാഹുവിന്റെ കൽപ്പന വന്നാൽ ന്യായമായ വിധി തീർപ്പുണ്ടാവും. അതോടെ അസത്യവാദികൾ കൊടും നഷ്ടത്തിലകപ്പെടും. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അൻആമ ലിതർകബൂ മിൻഹാ വമിൻഹാ തഅകുലൂൻ. നിങ്ങൾക്ക് കന്നുകാലികളെ സൃഷ്ടിച്ചു തന്നത് അല്ലാഹുവാണ്. അവയിൽ ചിലത് നിങ്ങൾക്ക് സവാരി ചെയ്യാനാണ്, ചിലതിനെ നിങ്ങൾ ആഹരിക്കുകയും ചെയ്യുന്നു. وَلَكُمْ فِيهَا مَنَافِعُ وَلِتَبْلُغُوا عَلَيْهَا حَاجَةً فِي صُدُورِكُمْ وَعَلَيْهَا وَعَلَى الْفُلْكِ تُحْمَلُونَ. അവ കൊണ്ട് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനമുണ്ട്. അവയിലൂടെ നിങ്ങളുടെ മനസ്സിലെ ഉദ്ദിഷ്ട ലക്ഷ്യങ്ങൾ നിങ്ങൾ പ്രാപിക്കുന്നു. അവയുടെ പുറത്തിരുന്നും കപ്പലുകളിലുമാണല്ലോ നിങ്ങൾ യാത്ര ചെയ്യുന്നത്. وَيُرِيكُمْ آيَاتِهِ فَأَيَّ آيَاتِ اللَّهِ تُنْكِرُونَ. അല്ലാഹു തന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്കിതാ കാണിച്ചു തരുന്നു. എന്നിട്ടും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? أَفَلَمْ يَسِيرُوا فِي الْأَرْضِ فَيَنْظُرُوا كَيْفَ كَانَ عَاقِبَةُ الَّذِينَ مِنْ قَبْلِهِمْ كَانُوا أَكْثَرَ مِنْهُمْ وَأَشَدَّ قُوَّةً وَآثَارًا فِي الْأَرْضِ فَمَا أَغْنَى عَنْهُمْ مَا كَانُوا يَكْسِبُونَ. അവർ ഭൂമിയിൽ സഞ്ചരിച്ച് അവരുടെ മുമ്പുണ്ടായിരുന്നവരുടെ അന്ത്യം എவ்விധമായിരുന്നുവെന്ന് നോക്കി മനസ്സിലാക്കിയിട്ടില്ലേ? അവർ ഇവരേക്കാൾ അംഗബലമുള്ളവരായിരുന്നു. കരുത്തുകൊണ്ടും ഭൂമിയിൽ ശേഷിപ്പിച്ച പൈതൃകം കൊണ്ടും കൂടുതൽ പ്രബലരായിരുന്നു. എന്നിട്ടും അവർ സമ്പാദിച്ചുകൊണ്ടിരുന്നതൊന്നും അവർക്ക് ഉപകരിച്ചില്ല. فَلَمَّا جَاءَتْهُمْ رُسُلُهُم بِالْبَيِّنَاتِ فَرِحُوا بِمَا عِندَهُم مِّنَ الْعِلْمِ وَحَاقَ بِهِم مَّا كَانُوا بِهِ يَسْتَهْزِئُونَ. അങ്ങനെ അവർക്കുള്ള ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുത്തു ചെന്നപ്പോൾ തങ്ങളുടെ വശമുള്ള വിജ്ഞാനം കൊണ്ട് അവർ പുളകം കൊള്ളുകയാണുണ്ടായത്. അതിനാൽ അവർ പരിഹസിച്ചുകൊണ്ടിരുന്ന ശിക്ഷ അവരെ ആവരണം ചെയ്തു. فَلَمَّا رَأَوْا بَأْسَنَا قَالُوا آمَنَّا بِاللَّهِ وَحْدَهُ وَكَفَرْنَا بِمَا كُنَّا بِهِ مُشْرِكِينَ. നമ്മുടെ ശിക്ഷ നേരിൽ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിതാ ഏകനായ അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുന്നു. അവനിൽ പങ്കുചേർത്തിരുന്ന സകലതിനെയും ഞങ്ങളിതാ തള്ളിപ്പറയുന്നു. فَلَمْ يَكُ يَنفَعُهُمْ إِيمَانُهُمْ لَمَّا رَأَوْا بَأْسَنَا سُنَّةَ اللَّهِ الَّتِي قَدْ خَلَتْ فِي عِبَادِهِ وَخَسِرَ هُنَالِكَ الْكَافِرُونَ. എന്നാൽ നമ്മുടെ ശിക്ഷ കണ്ടുകഴിഞ്ഞ ശേഷമുള്ള വിശ്വാസം അവർക്കൊട്ടും ഉപകരിച്ചില്ല. അല്ലാഹു തന്റെ ദാസന്മാരുടെ കാര്യത്തിൽ നേരത്തെ സ്വീകരിച്ചു പോന്ന നടപടിക്രമമാണിത്. അതോടെ സത്യനിഷേധികൾ കൊടിയ നഷ്ടത്തിലകപ്പെടുന്നു. അധ്യായം 41. ഫുസ്വിലത്ത്.
അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 54. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഹാമീം. തൻസീലും മിനർ റഹ്മാനിർ റഹീം. ഹാമീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിൽ നിന്ന് അവതീർണമായതാണിത്. കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമിൻ യഅലമൂൻ. വചനങ്ങളെല്ലാം വിശദമായി വിവരിക്കപ്പെട്ട വേദപുസ്തകം. അറബി ഭാഷയിലുള്ള ഖുർആൻ മനസ്സിലാക്കുന്ന ജനത്തിനു വേണ്ടിയാണിത്. ബശീറൻ വനദീറൻ ഫഅഅറദ അക്സറുഹും ഫഹും ലാ യസ്മഊൻ. ഇത് ശുഭവാർത്ത അറിയിക്കുന്നതാണ്, മുന്നറിയിപ്പ് നൽകുന്നതും. എന്നിട്ടും ജനങ്ങളിലേറെ പേരും ഇതിനെ അവഗണിച്ചു. അവരിത് കേൾക്കുന്നുപോലുമില്ല. وقالوا قلوبنا في أكنة مما تدعونا إليه وفي آذاننا وقر ومن بيننا وبينك حجاب فاعمل إننا عاملون. അവർ പറയുന്നു, നീ ഞങ്ങളെ ക്ഷണിക്കുന്ന സന്ദേശത്തിന് നേരെ ഞങ്ങളുടെ ഹൃദയങ്ങൾ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ കാതുകളെ ബധിരത ബാധിച്ചിരിക്കുന്നു, നമുക്കിടയിൽ ഒരു മറയുണ്ട്. അതിനാൽ നീ കർമ്മം ചെയ്യുക, ഞങ്ങളും കർമ്മനിരതരാണ്. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فاستقيموا إليه واستغفروه وويل للمشركين. പറയുക, ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. എന്നാൽ എനിക്കിങ്ങനെ ദിവ്യബോധനം ലഭിക്കുന്നു. നിങ്ങൾക്ക് ഒരേ ഒരു ദൈവമേയുള്ളൂ. അതിനാൽ നിങ്ങൾ അവങ്കിലേക്കുള്ള നേർവഴിയിൽ നിലകൊള്ളുക, അവനോട് പാപമോചനം തേടുക. ബഹുദൈവ വിശ്വാസികൾക്കാണ് കൊടും നാശം. الذين لا يؤتون الزكاة وهم بالآخرة هم كافرون. സക്കാത്ത് നൽകാത്തവരാണവർ, പരലോകത്തെ തീർത്തും തള്ളിപ്പറഞ്ഞവരും. إن الذين آمنوا وعملوا الصالحات لهم أجر غير ممنون. സംശയമില്ല, സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അറുതിയില്ലാത്ത പ്രതിഫലമുണ്ട്. قل أئنكم لتكفرون بالذي خلق الأرض في يومين وتجعلون له أندادا ذلك رب العالمين. പറയുക, 2 നാൾ കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തെ നിഷേധിക്കുകയാണോ നിങ്ങൾ? നിങ്ങൾ അവന് സമന്മാരെ സങ്കൽപ്പിക്കുകയുമാണോ? അറിയുക, അവനാണ് സർവ്വലോകങ്ങളുടെയും സംരക്ഷകൻ. وجعل فيها رواسي من فوقها وبارك فيها وقدر فيها أقواتها في 4 أيام سواء للسائلين. അവൻ ഭൂമിയുടെ മുകൾ പരപ്പിൽ ഉറച്ചു നിൽക്കുന്ന മലകളുണ്ടാക്കി, അതിൽ അളവറ്റ അനുഗ്രഹങ്ങളൊരുക്കി, അതിലെ ആഹാരങ്ങൾ ക്രമപ്പെടുത്തി. 4 നാളുകളിലായാണ് ഇതൊക്കെ ചെയ്തത്. ആവശ്യക്കാർക്കെല്ലാം ശരിയായ അനുപാതത്തിലാണ് അതിൽ ആഹാരമൊരുക്കിയത്.
ثم استوى إلى السماء وهي دخان فقال لها وللأرض ائتيا طوعا أو كرها قالتا أتينا طائعين. പിന്നെ അവൻ ആകാശത്തിനു നേരെ തിരിഞ്ഞു. അത് പുകയായിരുന്നു. അതിനോടും ഭൂമിയോടും അവൻ പറഞ്ഞു, ഉണ്ടായി വരിക, നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. അപ്പോൾ അവ രണ്ടും അറിയിച്ചു, ഞങ്ങളിതാ അനുസരണമുള്ളവയായി വന്നിരിക്കുന്നു. فقضاهن 7 سماوات في يومين وأوحى في كل سماء أمرها وزينا السماء الدنيا بمصابيح وحفظا ذلك تقدير العزيز العليم. അങ്ങനെ അവൻ 2 നാളുകളിലായി 7 ആകാശങ്ങളുണ്ടാക്കി. ഓരോ ആകാശത്തിനും അതിൻ്റെ നിയമം ബോധനം നൽകി. സമീപാകാശത്തെ വിളക്കുകളാൽ അലങ്കരിച്ചു, നല്ല പോലെ ഭദ്രവുമാക്കി. പ്രതാപിയും സകലതും അറിയുന്നവനുമായ അല്ലാഹുവിന്റെ ക്രമീകരണമാണിത്. فإن أعرضوا فقل أنذرتكم صاعقة مثل صاعقة عاد وثمود. ഇനിയും അവരവഗണിക്കുന്നുവെങ്കിൽ പറയുക, ആദ് സമൂദ് സമൂഹങ്ങൾക്ക് സംഭവിച്ചതുപോലുള്ള ശിക്ഷയെ സംബന്ധിച്ച് ഞാനിതാ നിങ്ങളെ താക്കീത് ചെയ്യുന്നു. إذ جاءتهم الرسل من بين أيديهم ومن خلفهم ألا تعبدوا إلا الله قالوا لو شاء ربنا لأنزل ملائكة فإنا بما أرسلتم به كافرون. ദൈവദൂതന്മാർ മുന്നിലൂടെയും പിന്നിലൂടെയും അവരെ സമീപിച്ച് ആവശ്യപ്പെട്ടു, നിങ്ങൾ അല്ലാഹുവിനല്ലാതെ വഴിപ്പെടരുത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ നാഥൻ ഇച്ഛിച്ചിരുന്നെങ്കിൽ അവൻ മലക്കുകളെ ഇറക്കുമായിരുന്നു. അതിനാൽ ഏതൊരു സന്ദേശവുമായാണോ നിങ്ങളെ അയച്ചിരിക്കുന്നത്, ആ സന്ദേശത്തെ ഞങ്ങൾ തള്ളിക്കളയുന്നു. فأما عاد فاستكبروا في الأرض بغير الحق وقالوا من أشد منا قوة أولم يروا أن الله الذي خلقهم هو أشد منهم قوة وكانوا بآياتنا يجحدون. അങ്ങനെ ആദ് സമുദായം ഭൂമിയിൽ അനർഹമായി അഹങ്കരിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളെക്കാൾ കരുത്തുള്ള ആരുണ്ട്? അവരെ പടച്ച അല്ലാഹു അവരെക്കാൾ എത്രയോ കരുത്തനാണെന്ന് അവർ കാണുന്നില്ലേ? അവർ നമ്മുടെ വചനങ്ങളെ നിഷേധിക്കുന്നവരായിരുന്നു. فأرسلنا عليهم ريحا صرصرا في أيام نحسات لنذيقهم عذاب الخزي في الحياة الدنيا ولعذاب الآخرة أخزى وهم لا ينصرون. അവസാനം നാം ദുരിതം നിറഞ്ഞ നാളുകളിൽ അവരുടെ നേരെ അത്യുഗ്രമായ കൊടുങ്കാറ്റയച്ചു. ഐഹിക ജീവിതത്തിൽ തന്നെ അവരെ അപമാനകരമായ ശിക്ഷ ആസ്വദിപ്പിക്കാനായിരുന്നു അത്. പരലോക ശിക്ഷ ഇതിനേക്കാൾ എത്രയോ കൂടുതൽ അപമാനകരമാണ്. അവർക്കെങ്ങുനിന്നും ഒരു സഹായവും കിട്ടുകയില്ല. وَأَمَّا ثَمُودُ فَهَدَيْنَاهُمْ فَاسْتَحَبُّوا الْعَمَى عَلَى الْهُدَى فَأَخَذَتْهُمْ صَاعِقَةُ الْعَذَابِ الْهُونِ
فأخذتهم صاعقة العذاب الهون بما كانوا يكسبون. എന്നാൽ സമൂദിന്റെ സ്ഥിതിയോ നാം അവർക്ക് നേർവഴി കാണിച്ചു കൊടുത്തു. എന്നാൽ നേർവഴി കാണുന്നതിനേക്കാൾ അവരിഷ്ടപ്പെട്ടത് അന്ധതയാണ്. അതിനാൽ അപമാനകരമായ കൊടിയ ശിക്ഷ അവരെ പിടികൂടി. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലമായിരുന്നു അത്. وَنَجَّيْنَا الَّذِينَ آمَنُوا وَكَانُوا يَتَّقُونَ. സത്യവിശ്വാസം സ്വീകരിക്കുകയും ഭക്തി പുലർത്തുകയും ചെയ്തവരെ നാം രക്ഷപ്പെടുത്തി. وَيَوْمَ يُحْشَرُ أَعْدَاءُ اللَّهِ إِلَى النَّارِ فَهُمْ يُوزَعُونَ. ദൈവത്തിന്റെ ശത്രുക്കളെ നരകത്തിലേക്ക് നയിക്കാനായി ഒരുമിച്ച് ചേർക്കുന്ന നാളിനെക്കുറിച്ച് ഓർത്തുനോക്കുക. حَتَّى إِذَا مَا جَاءُوهَا شَهِدَ عَلَيْهِمْ سَمْعُهُمْ وَأَبْصَارُهُمْ وَجُلُودُهُمْ بِمَا كَانُوا يَعْمَلُونَ. അവരവിടെ എത്തിയാൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലമായി അവരുടെ കാതുകളും കണ്ണുകളും ചർമ്മങ്ങളും അവർക്കെതിരെ സാക്ഷ്യം വഹിക്കും. وَقَالُوا لِجُلُودِهِمْ لِمَ شَهِدتُّمْ عَلَيْنَا قَالُوا أَنطَقَنَا اللَّهُ الَّذِي أَنطَقَ كُلَّ شَيْءٍ وَهُوَ خَلَقَكُمْ أَوَّلَ مَرَّةٍ وَإِلَيْهِ تُرْجَعُونَ. അപ്പോൾ അവർ തൊലിയോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിച്ചത്? അവ പറയും, സകല വസ്തുക്കൾക്കും സംസാര കഴിവ് നൽകിയ അല്ലാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചു. അവനാണ് ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങൾ തിരിച്ചു ചെല്ലേണ്ടതും അവങ്കിലേക്ക് തന്നെ. وَمَا كُنتُمْ تَسْتَتِرُونَ أَن يَشْهَدَ عَلَيْكُمْ سَمْعُكُمْ وَلَا أَبْصَارُكُمْ وَلَا جُلُودُكُمْ وَلَكِنْ ظَنَنْتُمْ أَنَّ اللَّهَ لَا يَعْلَمُ كَثِيرًا مِّمَّا تَعْمَلُونَ. നിങ്ങളുടെ കാതുകളും കണ്ണുകളും ചർമ്മങ്ങളും നിങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിക്കുമെന്ന് നിങ്ങൾ കരുതിയിരുന്നില്ല. അതിനാൽ നിങ്ങൾ അവയിൽ നിന്നൊളിഞ്ഞിരിക്കാറുണ്ടായിരുന്നില്ല. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിലേറെയും അല്ലാഹു അറിയില്ലെന്നാണ് നിങ്ങൾ ധരിച്ചിരുന്നത്. وَذَلِكُمْ ظَنُّكُمُ الَّذِي ظَنَنْتُمْ بِرَبِّكُمْ أَرْدَاكُمْ فَأَصْبَحْتُمْ مِنَ الْخَاسِرِينَ. അതായിരുന്നു നിങ്ങളുടെ നാഥനെപ്പറ്റി നിങ്ങളുടെ വിചാരം. അതു നിങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോയി. فَإِن يَصْبِرُوا فَالنَّارُ مَثْوًى لَهُمْ وَإِن يَسْتَعْتِبُوا فَمَا هُمْ مِنَ الْمُعْتَبِينَ. ഇനിയിപ്പോൾ അവരെത്ര ക്ഷമിച്ചാലും നരകം തന്നെയാണ് അവരുടെ താവളം. അവരെത്ര വിട്ടുവീഴ്ച തേടിയാലും വിട്ടുവീഴ്ച കിട്ടുകയുമില്ല. وَقَيَّضْنَا لَهُمْ قُرَنَاءَ فَزَيَّنُوا لَهُم مَّا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ وَحَقَّ عَلَيْهِمُ الْقَوْلُ فِي أُمَمٍ قَدْ خَلَتْ مِن قَبْلِهِم مِّنَ الْجِنِّ وَالْإِنسِ إِنَّهُمْ كَانُوا خَاسِرِينَ. നാം അവർക്ക് ചില കൂട്ടുകാരെ ഉണ്ടാക്കിക്കൊടുത്തു. ആ കൂട്ടുകാർ അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അവർക്ക് അലങ്കൃതമായി തോന്നിപ്പിച്ചു. അതോടെ അവർക്ക് ശിക്ഷ സ്ഥിരപ്പെട്ടു. അവർക്ക് മുമ്പേ കഴിഞ്ഞുപോയ ജിന്നുകളിലും മനുഷ്യരിലുമുള്ളവർക്ക് ബാധകമായ അതേ ശിക്ഷ. ഉറപ്പായും അവർ നഷ്ടം പറ്റിയവർ തന്നെ.
وقال الذين كفروا لا تسمعوا لهذا القرآن والغوا فيه لعلكم تغلبون. സത്യനിഷേധികൾ പറഞ്ഞു, നിങ്ങൾ ഈ ഖുർആൻ കേട്ടുപോകരുത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഒച്ച വയ്ക്കുക, അങ്ങനെ നിങ്ങൾക്കതിനെ അതിജയിക്കാം. فَلَنُذِيقَنَّ الَّذِينَ كَفَرُوا عَذَابًا شَدِيدًا وَلَنَجْزِيَنَّهُمْ أَسْوَأَ الَّذِي كَانُوا يَعْمَلُونَ. സത്യനിഷേധികളെ നാം കൊടിയ ശിക്ഷയുടെ രുചി ആസ്വദിപ്പിക്കും. അവർ ചെയ്തുകൊണ്ടിരുന്ന മഹാനീചവൃത്തികൾക്കുള്ള പ്രതിഫലം നാം നൽകുകയും ചെയ്യും. ذَلِكَ جَزَاءُ أَعْدَاءِ اللَّهِ النَّارُ لَهُمْ فِيهَا دَارُ الْخُلْدِ جَزَاءً بِمَا كَانُوا بِآيَاتِنَا يَجْحَدُونَ. അതാണ് ദൈവവിരോധികൾക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം, നരകം. അവരുടെ സ്ഥിരവാസത്തിനുള്ള ഭവനവും അവിടെ തന്നെ. നമ്മുടെ വചനങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരുന്നതിനുള്ള പ്രതിഫലമാണത്. وقال الذين كفروا ربنا أرنا الذين أضلانا من الجن والإنس نجعلهما تحت أقدامنا ليكونا من الأسفلين. സത്യനിഷേധികൾ പറയും, ഞങ്ങളുടെ നാഥ, ജിന്നുകളിലും മനുഷ്യരിലും ഞങ്ങളെ വഴിപിഴപ്പിച്ച ഇരുകൂട്ടരെയും ഞങ്ങൾക്ക് കാണിച്ചു തരേണമേ. ഞങ്ങളവരെ കാൽച്ചുവട്ടിലിട്ട് ചവിട്ടിത്തേക്കട്ടെ, അവർ പറ്റേ നിന്ദ്യരും നീചരുമാകാൻ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഞങ്ങളുടെ നാഥൻ അല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും പിന്നെ അതിലടിയുറച്ചു നിൽക്കുകയും ചെയ്തവരുടെ അടുത്ത് തീർച്ചയായും മലക്കുകൾ ഇറങ്ങിവന്ന് ഇങ്ങനെ പറയും, നിങ്ങൾ ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ട. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗത്തെ സംബന്ധിച്ച ശുഭവാർത്തയിൽ സന്തുഷ്ടരാവുക. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറഹ് വലകും ഫീഹാ മാ തശ്തഹീ അൻഫുസുകും വലകും ഫീഹാ മാ തദ്ദഊൻ. ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾ നിങ്ങളുടെ ഉറ്റമിത്രങ്ങളാകുന്നു. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ മനം മോഹിക്കുന്നതൊക്കെ കിട്ടും. നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ആവശ്യപ്പെടുന്നതെന്തും ലഭിക്കും. നുസുലം മിൻ ഗഫൂരിർ റഹീം. ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമായ ദൈവത്തിങ്കൽ നിന്നുള്ള സൽക്കാരമാണത്. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ നല്ല വചനമൊഴിഞ്ഞ ആരുണ്ട്? ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. നന്മയും തിന്മയും തുല്യമാവുകയില്ല. തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് തടയുക. അപ്പോൾ നിന്നോട് ശത്രുതയിൽ കഴിയുന്നവൻ
ആത്മമിത്രത്തെപ്പോലെയായിത്തീരും. وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. ക്ഷമ പാലിക്കുന്നവർക്കല്ലാതെ ഈ നിലവാരത്തിലെത്താനാവില്ല. മഹാഭാഗ്യവാനല്ലാതെ ഈ പദവി ലഭ്യമല്ല. وَإِمَّا يَنزَغَنَّكَ مِنَ الشَّيْطَانِ نَزْغٌ فَاسْتَعِذْ بِاللَّهِ إِنَّهُ هُوَ السَّمِيعُ الْعَلِيمُ. പിശാചിൽ നിന്നുള്ള വല്ല ദുഷ്പ്രേരണയും നിന്നെ ബാധിച്ചാൽ നീ അല്ലാഹുവിൽ ശരണം തേടുക. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. وَمِنْ آيَاتِهِ اللَّيْلُ وَالنَّهَارُ وَالشَّمْسُ وَالْقَمَرُ لَا تَسْجُدُوا لِلشَّمْسِ وَلَا لِلْقَمَرِ وَاسْجُدُوا لِلَّهِ الَّذِي خَلَقَهُنَّ إِن كُنتُمْ إِيَّاهُ تَعْبُدُونَ. രാപ്പകലുകളും സൂര്യചന്ദ്രന്മാരും അവന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അതിനാൽ നിങ്ങൾ സൂര്യനെയോ ചന്ദ്രനെയോ സുജൂദ് ചെയ്യരുത്. അവയെ പടച്ച അല്ലാഹുവിനെ മാത്രം സുജൂദ് ചെയ്യുക, നിങ്ങൾ അവന് മാത്രം വഴിപ്പെടുന്നവരെങ്കിൽ. فَإِنِ اسْتَكْبَرُوا فَالَّذِينَ عِندَ رَبِّكَ يُسَبِّحُونَ لَهُ بِاللَّيْلِ وَالنَّهَارِ وَهُمْ لَا يَسْأَمُونَ. അഥവാ അവർ അഹങ്കരിക്കുകയാണെങ്കിൽ അറിയുക, നിന്റെ നാഥന്റെ സമീപത്തെ മലക്കുകൾ രാപ്പകലില്ലാതെ അവനെ കീർത്തിക്കുന്നു. അവർക്കതിലൊട്ടും മടുപ്പില്ല. وَمِنْ آيَاتِهِ أَنَّكَ تَرَى الْأَرْضَ خَاشِعَةً فَإِذَا أَنزَلْنَا عَلَيْهَا الْمَاءَ اهْتَزَّتْ وَرَبَتْ إِنَّ الَّذِي أَحْيَاهَا لَمُحْيِي الْمَوْتَى إِنَّهُ عَلَى كُلِّ شَيْءٍ قَدِيرٌ. ഭൂമിയെ വരണ്ടതായി നീ കാണുന്നു. പിന്നെ നാം അതിൽ വെള്ളമിറക്കിയാൽ പെട്ടെന്നത് ചലനമുള്ളതായിത്തീരുന്നു, വികസിച്ചു വലുതാവുന്നു. ഇതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രേ. മൃതമായ ഈ ഭൂമിയെ ജീവസുറ്റതാക്കുന്നവൻ തീർച്ചയായും മരിച്ചവരെ ജീവിപ്പിക്കും. അവൻ എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ്. ഇന്നല്ലദീന യുൽഹിദൂന ഫീ ആയാതിനാ ലാ യഖ്ഫൗന അലൈനാ അഫമൻ യുൽഖാ ഫിന്നാരി ഖൈറുൻ അമ്മൻ യഅതി ആമിനൻ യൗമൽ ഖിയാമഹ് اعملوا ما شئتم إنه بما تعملون بصير. നമ്മുടെ വചനങ്ങളെ വളച്ചൊടിച്ച് വികൃതമാക്കുന്നവർ നമ്മുടെ കാണാമറയത്തൊന്നുമല്ല. നരകത്തിലെറിയപ്പെടുന്നവനോ അതല്ല ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ നിർഭയനായി വന്നെത്തുന്നവനോ ആരാണ് നല്ലവൻ? നിങ്ങൾക്ക് തോന്നുന്നതെന്തും ചെയ്തുകൊള്ളുക. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും കണ്ടറിയുന്നവനാണ് അല്ലാഹു. ഇന്നല്ലദീന കഫറൂ ബിദ്ദിക്രി ലമ്മാ ജാഅഹും വഇന്നഹു ലകിതാബുൻ അസീസ്. ഈ ഉദ്ബോധനം തങ്ങൾക്ക് വന്നെത്തിയപ്പോൾ അതിനെ തള്ളിപ്പറഞ്ഞവർ നശിച്ചതുതന്നെ. ഇത് അന്തസ്സുറ്റ വേദപുസ്തകമാണ് തീർച്ച. لا يأتيه الباطل من بين يديه ولا من خلفه تنزيل من حكيم حميد. ഇതിൽ അസത്യം വന്നു ചേരുകയില്ല, മുന്നിലൂടെയുമില്ല പിന്നിലൂടെയുമില്ല. യുക്തിമാനും സ്തുത്യർഹനുമായ അല്ലാഹുവിൽ നിന്ന് ഇറക്കിക്കിട്ടിയതാണിത്.
ما يقال لك إلا ما قد قيل للرسل من قبلك إن ربك لذو مغفرة وذو عقاب أليم. നിനക്ക് മുമ്പുണ്ടായിരുന്ന ദൈവദൂതന്മാരോട് പറയാത്തതൊന്നും നിന്നോടും പറയുന്നില്ല. നിശ്ചയമായും നിന്റെ നാഥൻ പാപം പൊറുക്കുന്നവനാണ്, വേദനയേറിയ ശിക്ഷ നൽകുന്നവനും. ولو جعلناه قرآنا أعجميا لقالوا لولا فصلت آياته أأعجمي وعربي قل هو للذين آمنوا هدى وشفاء والذين لا يؤمنون في آذانهم وقر وهو عليهم عمى أولئك ينادون من مكان بعيد. നാം ഇതിനെ അറബിയല്ലാത്ത മറ്റേതെങ്കിലും ഭാഷയിലെ ഖുർആൻ ആക്കിയിരുന്നുവെങ്കിൽ അവർ പറയുമായിരുന്നു, എന്തുകൊണ്ട് ഇതിലെ വചനങ്ങൾ വ്യക്തമായി വിശദമാക്കപ്പെടുന്നില്ല? ഗ്രന്ഥം അനറബിയും പ്രവാചകൻ അറബിയുമാവുകയോ? പറയുക, സത്യവിശ്വാസികൾക്ക് ഇത് വ്യക്തമായ വഴികാട്ടിയാണ്, ഫലവത്തായ ശമനൌഷധവും. വിശ്വസിക്കാത്തവർക്കോ അവരുടെ കാതുകളുടെ കേൾവി കെടുത്തിക്കളയുന്നതാണ്, കണ്ണുകളുടെ കാഴ്ച നശിപ്പിക്കുന്നതും. ഏതോ വിദൂരതയിൽ നിന്ന് വിളിക്കുന്നത് പോലെ അവ്യക്തമായ വിളിയായാണ് അവർക്കനുഭവപ്പെടുക. وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ فَاخْتُلِفَ فِيهِ وَلَوْلَا كَلِمَةٌ سَبَقَتْ مِنْ رَبِّكَ لَقُضِيَ بَيْنَهُمْ وَإِنَّهُمْ لَفِي شَكٍّ مِّنْهُ مُرِيبٍ. മൂസാക്കും നാം വേദം നൽകിയിരുന്നു. അപ്പോൾ അതിന്റെ കാര്യത്തിലും ഭിന്നിപ്പുകളുണ്ടായിരുന്നു. നിന്റെ നാഥന്റെ കൽപ്പന നേരത്തെ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്കിടയിൽ ഇപ്പോൾ തന്നെ തീർപ്പ് കൽപ്പിക്കപ്പെടുമായിരുന്നു. സംശയമില്ല, അവരിതേപ്പറ്റി സങ്കീർണമായ സംശയത്തിലാണ്. من عمل صالحا فلنفسه ومن أساء فعليها وما ربك بظلام للعبيد. ആരെങ്കിലും നന്മ ചെയ്താൽ അതിന്റെ ഗുണം അവനു തന്നെയാണ്. വല്ലവനും തിന്മ ചെയ്താൽ അതിന്റെ ദോഷവും അവനു തന്നെ. നിന്റെ നാഥൻ തന്റെ ദാസന്മാരോട് തീരെ അനീതി ചെയ്യുന്നവനല്ല.